കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ. സംഭവം വിയ്യൂർ ജയിലിനടുത്ത് ഭക്ഷണം കഴിക്കാൻ വാഹനം നിർത്തിയപ്പോൾ. ബാലമുരുകൻ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുന്നത് രണ്ടാം തവണ. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള നടപടികൾക്ക് തുടക്കം. ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ഫോമുകൾ നൽകും. പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള പരിശോധനയും പേരുചേർക്കലും ഇന്നു മുതൽ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം നാളെ. കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ സമരം ഇന്ന് വീണ്ടും ആരംഭിക്കും. അനിശ്ചിതകാല സമരം വൈകിട്ട് 4 മണിക്ക് MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധം സ്ഥാപനത്തിന് പ്രവർത്തനാനുമതി നൽകിയതിനെതിരെ സമരവേദി നിരോധനാജ്ഞയുടെ പരിധിക്ക് പുറത്തുള്ള അമ്പലമുക്കിലേക്ക് മാറ്റി. ബീഹാർ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. കലാശക്കൊട്ടിനൊരുങ്ങി ദേശീയ നേതാക്കൾ. ആദ്യഘട്ടത്തിൽ മത്സരം പാട്ന അടക്കം 121 സീറ്റുകളിൽ. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നവംബർ 11-ന്. തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം ബാക്കി നിൽക്കെ ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് പരിഗണിക്കും. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടലിലേക്ക് അമേരിക്ക. സർക്കാർ സേവനങ്ങളുടെ അടച്ചുപൂട്ടൽ 35-ാം ദിവസത്തിലേക്ക്. 7.5 ലക്ഷത്തിലേറെ സർക്കാർ ജീവനക്കാർ ഇപ്പോഴും നിർബന്ധിത അവധിയിൽ. ധനാനുമതി ബിൽ സെനറ്റിൽ പരാജയപ്പെട്ടത് 13-ാം തവണ.